ഹരേ കൃഷ്ണ. രാധേ രാധേ. കഴിഞ്ഞ ഭാഗത്തിൽ മഹാഭാരത കഥയിൽ നമ്മൾ ഗംഗ 7 കുട്ടികളെയും വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ 8ാമത്തെ പുത്രനെയും ഇതുപോലെ ചെയ്യാനായിട്ട് പോയപ്പോൾ ശന്തനു മഹാരാജാവ് വന്ന് അലറി വിളിക്കാൻ തുടങ്ങി, അവനെ കൊല്ലരുത്, നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? സ്വന്തം കുട്ടികളെ ഏതെങ്കിലും ഒരു അമ്മ ഇങ്ങനെ കൊല്ലുമോ? നീ ഒരു ദുഷ്ടയല്ലേ, ദയവായി അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞ് ഗംഗാദേവിയെ തടുക്കുകയാണ്. ഉടനെ തന്നെ ഗംഗ പറഞ്ഞു, ഞങ്ങളുടെ കരാർ പ്രകാരം ഞാൻ ഇപ്പോൾ തന്നെ പോകും. കാരണം നിങ്ങൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിനെ തടസ്സപ്പെടുത്തി. അതുകൂടാതെ ഞാൻ ഗംഗാദേവിയുമാണ്. 8 വസുമാരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. ഗംഗ വിശദീകരിച്ചു. തുടർന്ന് വസുവിനെ ഭൂമിയിൽ പുനർജനിക്കാൻ ശപിക്കപ്പെട്ടതിൻ്റെ കഥയും ശന്തനുവിനോട് വിവരിച്ചു. ഇത് വിശദീകരിച്ച ശേഷം മകനെയും കൂട്ടി അവൾ അപ്രത്യക്ഷയായി. പോകുന്നതിന് മുന്നായി പറഞ്ഞു, നിങ്ങൾ ഈ മകനെ സൂക്ഷിക്കാനായി ആഗ്രഹിക്കുന്നതിനാൽ ഞാൻ ഇവനെ കൊല്ലില്ല. സമയമാകുമ്പോൾ ഞാൻ തിരിച്ചേൽപ്പിക്കുന്നതായിരിക്കും. ഭാര്യയും ഏകമകനും അവൻ്റെ കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷമായപ്പോൾ ശന്തനു വിഷാദവാനും നിസ്സഹായനുമായി അങ്ങനെ നിന്നു. സങ്കടത്തോടെ അവൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി. അത് കഴിഞ്ഞ് വർഷങ്ങളങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ശന്തനു ഗംഗാനദിയുടെ തീരത്ത് മാനിനെ വേട്ടയാടുകയായിരുന്നു. ഗംഗാനദിയിലെ വെള്ളം ആഴം കുറഞ്ഞതായി അദ്ദേഹം നിരീക്ഷിച്ചു. എന്തുകൊണ്ടാണ് നദിക്ക് ആഴം കുറഞ്ഞതെന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോൾ സമീപത്ത് ഒരു വലിയ യുവാവ് നിൽക്കുന്നത് കണ്ടു. നദിയുടെ ഒഴുക്ക് അവൻ തൻ്റെ അമ്പുകൾ ഉപയോഗിച്ച് തടഞ്ഞു. ഈ അവിശ്വസനീയമായ കാഴ്ച കണ്ട് ശന്തനു അന്തം വിട്ടു നിന്നു. എന്നിരുന്നാലും പെട്ടെന്ന് തന്നെ ആ യുവാവ് അപ്രത്യക്ഷനാവുകയും ചെയ്തു. ശന്തനു തൻ്റെ മകനെ മുമ്പ് ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതും വളരെ കുഞ്ഞായിരുന്നു, കൈക്കുഞ്ഞായിരുന്ന സമയം. എന്നാൽ യുവാവ് സ്വന്തം മകനാണെന്ന് അയാൾക്ക് ഒരു സംശയം തോന്നി. എനിക്ക് അവനെ കാണിക്കൂ, അവൻ ഗംഗയോട് പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞാണെങ്കിൽ അവനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരൂ ഗംഗേ. സുമുഖനായ യുവാവുമായി ഗംഗ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് നമ്മൾ 2 പേരുടെയും 8ാമത്തെ പുത്രനാണ്, ദേവവ്രതൻ. അവനെ നിങ്ങളോടൊപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകുക. വസിഷ്ഠനിൽ നിന്ന് തന്നെ വേദങ്ങളും വേദാംഗങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പരശുരാമനിൽ നിന്ന് ആയുധജ്ഞാനവും നേടിയിട്ടുണ്ട്. ദേവവ്രതനെ ദേവന്മാരും അസുരന്മാരും ബഹുമാനിക്കുന്നു, അവൾ വിശദീകരിച്ചു പറഞ്ഞു. ശന്തനു പുത്രനെ സ്വീകരിച്ച് പുത്രനുമായി ഹസ്തിനപുരത്തിലേക്ക് മടങ്ങി. ശന്തനു ദേവവ്രതന് കുരു രാജ്യത്തിൻ്റെ കിരീടാവകാശിയായി നിയമിച്ചു. ദേവവ്രതൻ തൻ്റെ പിതാവിൻ്റെയും രാജ്യത്തിലെ എല്ലാ പൗരന്മാരുടെയും ഹൃദയം വേഗത്തിൽ തന്നെ കീഴടക്കി. അങ്ങനെ മകനുമായി 4 വർഷങ്ങൾ പിന്നിട്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം നായാട്ടിനായി ഇങ്ങനെ യമുനാ നദിയുടെ തീരത്തിരിക്കുകയായിരുന്നു. അവിടെ ഒരു വളരെ മധുരമായ ഒരു ഗന്ധം അദ്ദേഹത്തിനെ പിന്തുടർന്നെത്തി. അലഞ്ഞു തിരിയുന്നതിനിടയിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയെയും ആ ഗന്ധത്തിനു പിന്നിൽ അദ്ദേഹം കണ്ടെത്തി. നീ ആരാണ്? നീ ആരുടെ മകളാണ്? ഇവിടെ നീ എന്താണ് ചെയ്യുന്നത്? ശന്തനു ചോദിച്ചു. എൻ്റെ പേര് സത്യവതി. ഞാൻ മത്സ്യത്തൊഴിലാളി ഭാഗത്തിൽപ്പെട്ടതാണ്. എൻ്റെ പിതാവ് ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെ എല്ലാം രാജാവ് കൂടിയാണ്. സത്യവതി മറുപടി കൊടുത്തു. സത്യവതിയുടെ സൗന്ദര്യത്തിൽ ശന്തനു മയങ്ങിപ്പോയി. അവൻ അവളുടെ പിതാവിനോട് തൻ്റെ വിവാഹ അഭ്യർത്ഥന വച്ചു. അവളുടെ പിതാവ് മറുപടി പറഞ്ഞു, എൻ്റെ മകളെ നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട്. എൻ്റെ മകളിൽ ജനിക്കുന്ന മകൻ നിങ്ങളുടെ പിൻഗാമിയാകും, അതായത് കിരീടാവകാശിയാകും. ശന്തനുവിനിത് കേട്ട് ആകെ ഒരു പരിഭ്രാന്തിയായി. അവൻ തൻ്റെ മകൻ ദേവവ്രതനെ മുമ്പേ തന്നെ കിരീടാവകാശിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ സുന്ദരിയായ മുക്കുവ സ്ത്രീയെ വിവാഹം കഴിക്കാനും നല്ല തീവ്രമായ ആഗ്രഹവുമുണ്ട്. ദുഃഖിതനായ അദ്ദേഹം ഹസ്തിനപുരത്തിലേക്ക് മടങ്ങി. ശന്തനു ദീർഘനേരം ദുഃഖധ്യാനത്തിൽ കഴിയാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് തൻ്റെ പിതാവ് പെട്ടെന്ന് നിരാശനായി പെരുമാറുന്നതെന്ന് ദേവവ്രതൻ ചിന്തിച്ചു. എല്ലാം ശാന്തമാണ്, എല്ലാവരും നിങ്ങളെ അനുസരിക്കുന്നു, പിന്നെന്തിനാ അച്ഛാ ഇങ്ങനെ വിഷാദം കാണിക്കുന്നത്? ദേവവ്രതൻ ചോദിച്ചു. നീ എൻ്റെ ഏക മകനാണ് ദേവവ്രത.
കൂടാതെ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ മുഴുവൻ വംശവും ഇല്ലാതാകും. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇതാണ് ശന്തനു മറുപടി പറഞ്ഞത് ദേവവ്രതനോട്. പിതാവിൻ്റെ അവ്യക്തമായ മറുപടിയിൽ ദേവവ്രതൻ കുഴങ്ങി. അവൻ തൻ്റെ പിതാവിൻ്റെ ഒരു പഴയ ഉപദേശകനെ സമീപിച്ചു. ശന്തനുവിന് എന്തിനാണിത്ര സങ്കടം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു മത്സ്യത്തൊഴിലാളി സ്ത്രീ, സത്യവതി എന്നാണ് അവളുടെ പേര്. അവളിൽ രാജാവ് അനുരക്തയായിരിക്കുകയാണ്. പക്ഷേ ഒരു കരാറുള്ളത്. അവളുടെ അച്ഛൻ പറഞ്ഞു, അവളുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയായിരിക്കും അനന്തരാവകാശി. അപ്പോൾ അത് ശന്തനു മഹാരാജാവിന് സ്വീകാര്യമല്ല. എന്നാൽ സത്യവതിയെ ഉപേക്ഷിക്കാനും വയ്യ. അങ്ങനെയാണ് ഈ ഒരവസ്ഥ ഇപ്പോൾ വരാനായി കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതറിഞ്ഞ പാടെ തന്നെ ദേവവ്രതൻ ഒരു കൂട്ടം മന്ത്രിമാരെയും കൂട്ടി മുക്കുവൻ്റെ അടുത്തെത്തി. അവൻ അവരെ ആതിഥ്യമരുളിക്കൊണ്ട് തന്നെ സ്വാഗതം ചെയ്തു. അപ്പോൾ മുക്കുവൻ പറഞ്ഞു, ദേവവ്രത, നീയും നിന്റെ പിതാവും മഹാന്മാരാണ്. എല്ലാവരും നിങ്ങളുടെ പിതാവിനെ സ്തുതിക്കുന്നു. എന്നാൽ ഇന്ദ്രൻ തന്നെ ആണെങ്കിലും ആരായാലും ഒരു രാജാവിൻ്റെ മറ്റു പുത്രന്മാർ എപ്പോഴും തടസ്സമാണ്. ഈ വിവാഹത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നത് ഇതാണ്: എൻ്റെ മകളുടെ മകൻ സിംഹാസനം സ്വീകരിക്കണം, അതായത് യുവരാജാവാകണം. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നിൽ ദേവവ്രതൻ പറഞ്ഞു, ഞാൻ ഹസ്തിനപുരത്തിൻ്റെ സിംഹാസനത്തിൽ കയറുകയില്ല, ഞാൻ രാജാവാകുകയില്ല. കൂടാതെ സത്യവതിയിൽ ജനിച്ച പുത്രൻ ഉടനെ തന്നെ രാജാവാക്കുകയും ചെയ്യും. നിങ്ങൾ ഈ വാഗ്ദാനം നിറവേറ്റുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് മുക്കുവ സ്ത്രീയുടെ അച്ഛൻ പറഞ്ഞു. എന്നിരുന്നാലും എനിക്ക് മറ്റൊരാശങ്കയുണ്ട്. നിങ്ങൾക്ക് ആൺമക്കളുണ്ടാകുമ്പോൾ അവരുടെ കാര്യമോ? സത്യവതിയുടെ വംശത്തിൽ നിന്ന് അവർ സിംഹാസനം ഏറ്റെടുക്കുമോ? മത്സ്യത്തൊഴിലാളി വീണ്ടും തൻ്റെ ആശങ്ക പ്രകടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ രാജാവേ, ഞാൻ പറയുന്നത് കേൾക്കൂ. രാജ്യത്തിനുള്ള എൻ്റെ അവകാശം ഞാൻ ഇതിനകം ഉപേക്ഷിച്ചു. ഇന്നു മുതൽ ഞാൻ ബ്രഹ്മചര്യ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഞാൻ വിവാഹം കഴിക്കില്ല, എനിക്ക് കുട്ടികളും ഉണ്ടാകില്ല. ദേവവ്രതൻ ശപഥമെടുത്തു. ഇത് കേട്ട മാത്രയിൽ തന്നെ സത്യവതിയുടെ അച്ഛന് വളരെ സന്തോഷമായി. സത്യവതിയെ ശന്തനുവിന് നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം ദേവവ്രതനോട് ഉടനെ തന്നെ പറഞ്ഞു. അപ്സരസുകളും ദേവന്മാരും ഋഷികളും ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട് ദേവവ്രതൻ്റെ മേൽ പുഷ്പങ്ങൾ വർഷിച്ചു. അതുകൂടാതെ ദേവന്മാർ പറഞ്ഞു, ഭീഷ്മർ, അതായത് ഭീഷ്മർ എന്ന വാക്കിൻ്റെ അർത്ഥം ഭയങ്കരൻ എന്നാണ്. ഭയങ്കരൻ എന്ന് വെച്ചാൽ ആ ആളെടുത്ത പ്രതിജ്ഞ അത് വളരെ ഭയങ്കരമായിട്ടുള്ള ദൃഢമായിട്ടുള്ള ഒരു പ്രതിജ്ഞയായിരുന്നു. അതുകൊണ്ടാണ് ദേവവ്രതൻ അന്ന് മുതൽ ഭീഷ്മർ എന്ന് അറിയപ്പെടാൻ കാരണം. വീട്ടിൽ തിരിച്ചെത്തിയ ഭീഷ്മർ ശന്തനുവിനോട് താൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും അവനെ പുകഴ്ത്തി. അങ്ങനെ ശന്തനു മഹാരാജാവും സത്യവതിയും ഹസ്തിനപുരിയിൽ ഒരു വലിയ ചടങ്ങ് ആയി വിവാഹം ആഘോഷിച്ചു. തുടർന്ന് സത്യവതി രാജ്യത്തിൻ്റെ രാജ്ഞിയായി മാറുകയും ചെയ്തു. താമസിയാതെ അവർക്ക് ചിത്രാംഗദൻ എന്നൊരു പുത്രനുണ്ടായി. അവൻ അങ്ങേയറ്റം ധീരനും വീരനുമായിരുന്നു. അവർക്ക് വിചിത്രവീര്യൻ എന്ന രണ്ടാമത്തെ പുത്രനും ഉണ്ടായിരുന്നു. അവനും വളരെ ശക്തനായ ഒരു വില്ലാളിയായി. അപ്പോഴേക്കും ശന്തനു തൻ്റെ ജീവിതാവസാനത്തിലേക്ക് അടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അധികം പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും താമസിയാതെ തന്നെ അദ്ദേഹം അന്തരിച്ചു. അതുകൂടാതെ അദ്ദേഹത്തെ സംസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതിൽ നമുക്ക് സത്യവതിയുടെ കഥ കേൾക്കാം. സത്യവതിക്കും ഒരു കഥയുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്തതിൽ പറയാം. അതുവരേക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ, രാധേ രാധേ.